ഇപ്പൊ നമ്മൾ ഈ വടകരയുടെ കാര്യം പറയുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വടകരയിൽ ഇതുപോലെ കാഫിർ പരാമർശം അടക്കം അല്ലെങ്കിൽ അശ്ലീല വീഡിയോ അതൊക്കെ പറഞ്ഞ് കുറേ കുറേ അപകീർത്തി പരാമർശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷവും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ് വടകരയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. RMP നേതാവായ KS ഹരിഹരന്റെ ഈ സ്ത്രീവിരുദ്ധ പരാമർശത്തെ KK രമ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത പരാമർശമാണ് അദ്ദേഹം നടത്തിയതെന്നാണ് KK രമ പറഞ്ഞത്. ഖേദം പ്രകടിപ്പിച്ചതുകൊണ്ട് തന്നെ പരാമർശം വിവാദമാക്കേണ്ടതില്ല എന്നും കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കുമെന്നും KK രമ പ്രതികരിച്ചു. ഒരു പ്രസംഗമധ്യേ ഹരിഹരന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പരാമർശം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളും ഒരാളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. ആ നിലപാട് തന്നെയാണ് എക്കാലത്തും ഉള്ളത്. ഇപ്പോഴും ആ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഒരു കാരണവശാലും ഇതിനെ അംഗീകരിക്കില്ല, ന്യായീകരിക്കുകയില്ല, അതിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നു. ഏതായാലും ഈ വിഷയത്തിലുള്ള ഒരു പോസിറ്റീവ് കാര്യം ഞാൻ കാണുന്നത് ഹരിഹരൻ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിനെ തള്ളിപ്പറയാൻ തയ്യാറായി എന്നതിലും അതിലെ നിർവ്യാജം മാപ്പ് പറയുകയും ചെയ്തു എന്നുള്ളത് വളരെ ഒരു പോസിറ്റീവായ കാര്യമാണ്. CK വിജയൻ ചെയ്തു. നമുക്കിപ്പം CK ഈ പറഞ്ഞതുപോലെ ഒരു വലിയൊരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി, അതിനുശേഷം അത് വിവാദമായപ്പോൾ അതിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, അതിൽ ഖേദപ്രകടനം നടത്തി, നിർവ്യാജം ഖേദമൊക്കെ പ്രകടിപ്പിച്ചു. അത് ഒരു വശത്ത്. KK രമ ഇപ്പോൾ പരസ്യമായിട്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഹരിഹരനെ ഇനി മറ്റ് നേതാക്കൾ അവര് തള്ളുമോ കൊള്ളുമോ എന്താണ്? പൊതുപ്രവർത്തനത്തിൻ്റെ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ബാലപാഠം പോലും അറിയുന്ന ഒരാളിൽ നിന്ന് പോലും ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് KS ഹരിഹരനെ പോലെ നിരന്തര വേദികളിൽ ഒട്ടേറെ പ്രസംഗവേദികളിൽ പ്രസംഗിക്കുകയും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യുകയും ചെയ്ത, വ്യക്തിപരമായി പോലും തരണം ചെയ്യുകയും ചെയ്ത ഒരാളിൽ നിന്നും ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായത് അങ്ങേയറ്റത്തെ അപലപനീയമായ കാര്യം തന്നെയാണ്. കാരണം അത് നമുക്ക് ആവർത്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും ഉണ്ടായത്. പിന്നീട് അത് വലിയ വിവാദമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ അത് തിരുത്തി പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. ഇന്ന് വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനുചിതമായ പരാമർശം കടന്നു വന്നതായി സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. തെറ്റായ ആ പരാമർശം നടത്തിയതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളെല്ലാം തന്നെ അദ്ദേഹത്തെ തീർച്ചയായും CK ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ ഒരിക്കലും പറയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഒരു നേതാവിൽ നിന്ന് ഇത്രയും ഒരു സാമൂഹ്യ പ്രവർത്തകരിൽ നിന്ന് ഈ ഒരു വലിയ നേതാവിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ വരാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു പരാമർശമാണ് നടത്തിയത്. അതിനുശേഷമുള്ള ഖേദപ്രകടനം, അത് ഇപ്പോൾ KK രമ പറഞ്ഞ പോലെ ഖേദം പ്രകടിപ്പിച്ചതല്ലോ, അങ്ങനെയല്ലല്ലോ, അത് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണല്ലോ, അത് പറയാൻ തോന്നുന്നത് എങ്ങനെയാണ്?